ബാല്യവും സ്വപ്നങ്ങളും അതിജീവനവും എല്ലാം ചിത്രക്കൂട്ടുകളിൽ ഒരുക്കി വെച്ച് ആസ്വാദകരെ ആകർഷിക്കുകയാണ് വടകര സ്വദേശിയായ അധ്യാപകനായ ബാബു. ആർട്ട് ഗാലറിയിലെ ചുവരുകളിൽ നിന്ന് അത് കാഴ്ചക്കാരോട് സംവദിക്കുകയാണ്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ബാല്യവും സ്വപ്നങ്ങളും മനോവ്യതകളും അതിജീവനവുമെല്ലാം സ്വയം സമർപ്പിതമാക്കിയ ചിത്രങ്ങളാൽ വേറിട്ടു നിൽക്കുന്നതാണ് സീറോ ബാബുവിന്റെ ചിത്രരചന. ഓരോ കാഴ്ചപ്പാടുകളും നമ്മുടേതെന്ന പോൽ തോന്നൽ. സെൽഫിയുടെ സമകാലിക രോഗത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അവ. അക്രിലിക് പെയിന്റിംഗിൽ തീർത്ത 20 ചിത്രങ്ങളാണ് വടകര എഡോഡിയിലെ കച്ചിക ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയിലാണ് ചിത്രങ്ങൾ. സൺഷൈൻ ത്രൂ ദ റെയിൻ എന്ന ചിത്രം ജപ്പാനീസ് ചലച്ചിത്ര സംവിധായകൻ അക്കിര കുറുസോവയുടെ ഡ്രീംസ് എന്ന സിനിമയിലെ പ്രമേയത്തിൽ നിന്ന് രൂപപ്പെട്ടത്. അങ്ങനെ പലതും പല കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പറമ്പിൽ LP സ്കൂളിൽ നിന്നും പ്രധാനാധ്യാപകനായി വിരമിച്ച ബാബു അതിനുശേഷമാണ് ചിത്രരചനയിലേക്ക് കടന്നത്. ഓരോ ചിത്രത്തിലും നിങ്ങൾക്ക് കഥ കാണാം, അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് കാണാം. അപ്പോൾ ആ നെറേറ്റീവ് രൂപപ്പെടുന്നത് എൻ്റെ സമകാലിക പ്രശ്നവും അതേപോലെ മുമ്പ് എഴുത്തുകാരോ അല്ലെങ്കിൽ സിനിമാ സംവിധായകരോ ചിത്രകാരരോ അനുഭവിച്ച ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. ആദ്യ കൊച്ചി ഫിനാലയുടെ ദർബാർ ഹാൾ ഉദ്ഘാടനത്തിന് സീറോ ബാബുവിന്റെ ചിത്രം തെരഞ്ഞെടുത്തിരുന്നു. സ്വന്തമായുള്ള ആദ്യ ചിത്ര പ്രദർശനം കൂടിയാണ് വടകരയിലേത്. മറ്റ് ജില്ലകളിൽ കൂടി പ്രദർശനം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.